വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. യോഗത്തിലെ അധ്യക്ഷൻ ബഹുമാനായ പി സിയാവുദ്ദീൻ സാഹിബ്, ഈ ട്രസ്റ്റിന്റെ സെക്രട്ടറി അബ്ദുൽ വഹാബ് സാഹിബ്, ഏറ്റവും ബഹുമാനായ ഡോക്ടർ എ നീലലോഹിതദാസ്, എൻ്റെ പിതാവും ഈ ട്രസ്റ്റിന്റെ ചെയർമാനുമായ ശ്രീ വി കെ ബീരാൻ, LLBക്ക് റാങ്ക് നേടി ഇവിടെ സന്നിധിയായിരിക്കുന്ന അൽഫിന ഇബ്രാഹിം, പ്രിയ റാങ്ക് ജേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 12:30 ട്രെയിൻ എന്നാണ് സിയാവുദ്ദീൻ സാഹിബ്, 12:15 അതുകൊണ്ട് കുറച്ചുകൂടി ചുരുക്കേണ്ടി വരും. എന്തായാലും ഈ ഒരു ചടങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, CHനെ കുറിച്ച് നമുക്ക് ഒരുപാട്, ഇപ്പൊ നേരത്തെ സിയാവുദ്ദീൻ സാഹിബ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. CHന്റെ പേരിൽ CH സെന്റർ ഉൾപ്പെടെ, CH വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ, CHന്റെ പേരിലുള്ള ഫ്ലൈ ഓവറുകൾ, റോഡുകൾ ഉൾപ്പെടെ ഒരുപാട് CH എന്ന് പറയുന്ന നാമകരണം ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ CH മുഹമ്മദ് കോയ ട്രസ്റ്റ്, തിരുവനന്തപുരത്തെ ട്രസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, CHന്റെ സമയത്ത് തന്നെ CHനോട് കൂടി തോളോട് ചേർന്ന് പ്രവർത്തിച്ച, CHന്റെ കൂടെ നടന്ന സഹപ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ് ഈ CH മുഹമ്മദ് കോയ ട്രസ്റ്റ്, തിരുവനന്തപുരത്തെ CH മുഹമ്മദ് കോയ ട്രസ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ മറ്റുള്ള സംഘടനകളുമായിട്ട്, CHന്റെ പേരിലുള്ള മറ്റുള്ള സംഘടനകളുമായിട്ട് വേർതിരിച്ച് നമുക്ക് ഒരു സവിശേഷതയായിട്ട് കാണാൻ പറ്റുന്നത്. CHനെ സംബന്ധിച്ച് നമ്മൾ ഓരോ ദിവസവും CHനെ ഓർക്കാത്ത ഒരു ദിവസവുമില്ല. ഇന്നലെ ഞാൻ കൊല്ലത്ത് ഒരു പരിപാടിയിൽ പോയപ്പോ മുൻ DGP അലക്സാണ്ടർ ജേക്കബ് ആയിട്ട് ചെറിയ സമയത്തെങ്കിലും എനിക്ക് സംസാരിക്കുന്ന അവസരം ഉണ്ടായി. അപ്പൊ അദ്ദേഹം സംസാരത്തിനിടെ അദ്ദേഹം പറയുകയാണ്, ഒരു CH പ്രഭാഷണത്തിൽ അദ്ദേഹം പോയി തിരിച്ചു വന്ന് 2 ദിവസത്തിന് ശേഷം കോയമ്പത്തൂരിലെ മേയർ അദ്ദേഹത്തെ വിളിച്ചു എന്നാ പറയുന്നത്. അപ്പൊ എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചപ്പോ, അന്ന് അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞു, ശിരുവാണി അണക്കെട്ട്, അത് പാലക്കാടുള്ള ആണ് ശിരുവാണി അണക്കെട്ട് എന്ന് പറയുന്നത്. ശിരുവാണി അണക്കെട്ട് കെട്ടാനുള്ള കേരള സർക്കാർ ആ സമയത്ത് PWD മന്ത്രിയായിരുന്ന CHന്റെ ഒരു തീരുമാനമായിരുന്നു പറയുന്നത്. അന്ന് ശിരുവാണി അണക്കെട്ട് കെട്ടിയത് കാരണം, അദ്ദേഹം പറയുന്നതനുസരിച്ചിട്ട് പാലക്കാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും പ്രളയമില്ലാതെ കാത്തു സൂക്ഷിച്ച ഒരു അണക്കെട്ടിനേക്കാൾ മീതെ കോയമ്പത്തൂരിന് അവിടെ കുടിവെള്ളം സാധ്യമാക്കിയ ഒരു അണക്കെട്ട് കൂടിയായിരുന്നു എന്ന് അലക്സാണ്ടർ ജേക്കബ് പ്രസംഗിച്ചത് കോയമ്പത്തൂർ മേയർ കേട്ടപ്പോൾ, കോയമ്പത്തൂർ മേയർ അദ്ദേഹത്തെ വിളിച്ച് അതിനെക്കുറിച്ചിട്ടുള്ള വലിയ രീതിയിൽ സംസാരിച്ചു എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ സാധാരണ CHനെ കുറിച്ച് വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് വിപ്ലവങ്ങൾക്ക് നേതൃത്വം വഹിച്ച ഒരു നായകൻ എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാവരും ഓർക്കാറുണ്ട്. അപ്പൊ അതിനു മീതെയായിട്ട് പല പല മേഖലകളിലും CH തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്നലെ ഞാൻ കേട്ടത്. മിനിയാന്നാളെ ഞാൻ മലപ്പുറത്ത് ഒരു പരിപാടിയിൽ പോയി പങ്കെടുത്തപ്പോ അവിടെ 19 വയസ്സുകാരിയായ ഒരു മറിയം ജുമാന, അവര് പൈലറ്റ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് മഹാരാഷ്ട്രയിൽ പോയിട്ട് 10 മണിക്കൂർ ഫ്ലൈയിങ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒരു അവസരത്തിലായിരുന്നത്. അപ്പൊ അവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ, ഒരു പെൺകുട്ടി പോയിട്ട് ഒരു ഫ്ലൈയിങ് പഠിക്കണോ അല്ലെങ്കിൽ പൈലറ്റ് ആകാൻ പോയ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രത്യേകതയല്ല. ഈ മറിയം ജുമാനയുടെ പിതാവ് എന്ന് പറയുന്നത് കൊയിലാണ്ടിയിലെ ഒരു പള്ളിയിലെ ഒരു മുദ്രിസാണ്, അതായത് ശരിക്കും ഒരു ഉസ്താദാണ്, ഒരു ഫൈസിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഫൈസിയുടെ മകൾ മലപ്പുറത്തെ ഒരു ഗ്രാമത്തിൽ നിന്ന് 19ാമത്തെ വയസ്സിൽ തന്നെ പൈലറ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള പരിശീലനം നേടി എന്നുള്ളത് വലിയൊരു വാർത്താ പ്രാധാന്യം അവിടെ ഉണ്ടായി. അതേപോലെ തന്നെ 2 കിലോമീറ്റർ അവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഡോക്ടർ സഫീറിനെ ഞങ്ങൾ അന്ന് ആദരിക്കുകയുണ്ടായി. ഈ ഡോക്ടർ സഫീർ റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ തന്നെ ഒരു ഉപസ്ഥാപനമായിട്ടുള്ള സ്ഥലത്തിൽ നിന്ന് 20 കോടി രൂപയുടെ സ്കോളർഷിപ്പോട് കൂടിയിട്ട് അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്, അദ്ദേഹം നടത്തുന്ന വിഷയങ്ങളിൽ ഗവേഷണം നടത്താൻ വേണ്ടിയിട്ട് 20 കോടി രൂപയുടെ സ്കോളർഷിപ്പാണ് നൽകിയത്. അപ്പൊ ഇതൊക്കെ മലപ്പുറത്ത് നിന്നുള്ള ചെറിയ ചെറിയ പോക്കറ്റുകളിൽ നിന്ന് നമ്മൾ കാണുന്നതാണ്. നമ്മൾ അന്ന് നോക്കിക്കഴിഞ്ഞാൽ തിരുവിതാംകൂറും മലബാറും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും മലബാർ എത്രത്തോളം പിന്നോക്കമായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് CHന്റെ കേന്ദ്രീകരണം മുഴുവനായിട്ടും മലബാർ മേഖലയിൽ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇന്നലെ കൊല്ലം പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ പ്രസ്സിൽ വെച്ച് നടത്തിയപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്,
CH എവിടെയെങ്കിലും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഹോട്ടലുകളും നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലവുമാണെങ്കിൽ അഹമ്മദ് സാഹിബ് പുറത്തു പോയി കഴിഞ്ഞാൽ അവിടുത്തെ പത്രക്കാരും അവിടുത്തെ പ്രസ് ക്ലബും എവിടെയാണ് എന്ന് ചോദിക്കുന്നത് വരെയും ഒരു പരാമർശം അവിടുത്തെ പത്രക്കാരിൽ നിന്നുണ്ടായി. അപ്പൊ വിവിധ മേഖലയിൽ വിവിധ പ്രവർത്തിക്കുന്ന ആളുകൾ CHനെ ഓർക്കാത്ത ദിവസങ്ങളില്ല. അപ്പൊ വിദ്യാഭ്യാസപരമായിട്ട് മാത്രമായിട്ട് നമ്മൾ പറയാതെ തന്നെ പല മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു മഹാനാണ് CH എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ ഇവിടെ സർവകലാശാലകളെ കുറിച്ച കാര്യം പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാല, കുസാറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി സർവകലാശാല, അതേപോലെ തന്നെ കാർഷിക സർവകലാശാല തൊട്ട് കോഴിക്കോട് ലോ കോളേജ് തൊട്ട് എല്ലാ സംഗതികളിലും CHന്റേതായിട്ടുള്ള വ്യക്തിമുദ്ര നമുക്ക് കാണാൻ സാധിക്കും. വിദ്യാഭ്യാസ വിപ്ലവകനായിരുന്നു. ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ നിൽക്കുന്ന ഈ റാങ്ക് ജേതാക്കളെല്ലാം അന്ന് CH തുടക്കമിട്ടതിന്റെ ഒരു റിസൾട്ടാണ് നമ്മൾ കാണുന്നതെന്ന്. അവരിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഈ നിൽക്കുന്ന ഞാൻ തന്നെ അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. എന്റെ മാതാവിന്റെ കുടുംബം എന്ന് പറയുന്നത് 7 പേരുള്ള ഒരു കുടുംബം. അന്നത്തെ സമയത്ത് 50കളിലും 60കളിലെല്ലാം എന്റെ മാതാവിന്റെ പിതാവ് 5 പെൺകുട്ടികളായിരുന്നു. 5 പെൺകുട്ടികളെ അന്ന് പഠിപ്പിക്കാനുണ്ടായ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഊർജം അന്ന് സീതി സാഹിബും CHുമായിരുന്നു. അന്ന് ആരും പെൺകുട്ടികളെ പുറത്ത് വിദ്യാഭ്യാസത്തിന് അയക്കാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അത് അയച്ചു. ഈ പെൺകുട്ടികളിൽ എല്ലാവരും പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് കോളേജ് അധ്യാപകരായിട്ട് മാറി. അപ്പൊ ഞാൻ പറയുന്ന വെച്ചാൽ ഈ നിൽക്കുന്ന ഞാൻ വരെയും അതിന്റെ ഏറ്റവും വലിയൊരു ദൃക്സാക്ഷി തന്നെയാണ്. ഇപ്പൊ ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ഞാനൊക്കെ 2011 അവിടെ ഡൽഹി KMCC രൂപീകരിക്കാൻ ഇ അഹമ്മദ് സാഹിബിന്റെ ഉപദേശത്താൽ അത് രൂപീകരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് തന്നെ ഇ അഹമ്മദ് സാഹിബിന്റെ അടുത്ത് ഇവിടുത്തെ നാട്ടിലെ ആളുകൾ പറഞ്ഞു. കാരണം ഞങ്ങളുടെ കുട്ടികളെയൊക്കെ ഡൽഹിയിലേക്ക് അയക്കണം, സർവകലാശാലയിലേക്കുള്ള അഡ്മിഷൻ കിട്ടുന്നുണ്ട്, പക്ഷെ ഡൽഹി ആയതുകൊണ്ട് തന്നെ ഇത്രയും ദൂരമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു പേടിയാണ്. അങ്ങനെയാണ് ഡൽഹി KMCC രൂപീകരിക്കുന്നതും അവിടെ ഞങ്ങൾ ഹോസ്റ്റൽ സംവിധാനങ്ങളെല്ലാം ആരംഭിക്കുന്നു. അതിനുശേഷം അവിടെ ഉണ്ടായ ഒഴുക്കെന്ന് പറയുന്നത് ഏകദേശം 4000-ഓളം വിദ്യാർത്ഥികളാണ് ഡൽഹിയിലെ സർവകലാശാല ഇന്ത്യയിലെ ഏറ്റവും വലിയ സർവകലാശാലകളാണ്. JNU ഉൾപ്പെടെ, ജാമിയ ഹംദർദ് ഉൾപ്പെടെ, ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ, ഡൽഹി യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ. വളരെ അഭിമാനം തോന്നും നമുക്ക്. അത് നാദാപുരം, കുറ്റിയാടി, അങ്ങനെ ചെറിയ ചെറിയ പോക്കറ്റുകളിൽ നിന്നാണ് അവിടെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ വരുന്നത്. 5 വർഷം അവിടെ ഡൽഹിയിൽ പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ പേഴ്സണാലിറ്റിയിൽ തന്നെ വലിയൊരു മാറ്റം വരും. പലരും അതിനകത്ത് ഹയർ എഡ്യൂക്കേഷനായിട്ട് ചിലപ്പോ ബ്യൂറോക്രസിയിൽ പോകും, ജുഡീഷ്യറിൽ പോകും, അങ്ങനെ പല സംഗതികളിലും പോകും. അപ്പൊ ഇതെല്ലാം ഈ CH ഭാഗ്യ വിത്തിന്റെ ഫലങ്ങൾ നമ്മൾ കാണുന്നതാണ്. അന്ന് CH ഭാഗ്യ വിത്തിന്റെ കൂടെ നടന്ന പലരുമാണ് ഇന്ന് ഇവിടെ വേദിയിലും സദസ്സിലുമായിട്ട് ഇരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു പരിപാടിയുടെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. എനിക്കധികം നീട്ടാൻ പറ്റില്ല, ഒരുപാട് കാര്യം സംസാരിക്കാനുണ്ട്, പക്ഷെ നീട്ടാൻ പറ്റില്ല. കാരണം വെച്ചാൽ എന്റെ കൂടെ പിതാവും കൂടി വരുന്നത് കൊണ്ട് ഓടിക്കേറി ട്രെയിനിലേക്ക് കയറാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒറ്റ ഒരു കാര്യം നിർത്തുകയാണ്. എന്റെ പിതാവ് എപ്പോഴും സൂചിപ്പിക്കാറുള്ള കാര്യമാണ് CHന്റെ ഒരു 1969 ഒരു പ്രസംഗം. ആ പ്രസംഗത്തോടു കൂടി ഞാൻ നിർത്തുക. ആ പ്രസംഗത്തിലെ 2 വരികളോട് ഞാൻ നിർത്തുകയാണ്. അദ്ദേഹത്തോട് ആ പ്രസംഗത്തിന്റെ ആ സ്റ്റേജിൽ വെച്ചിട്ട് സദസ്സിൽ നിന്ന് ഒരാളുടെ ഒരു ചോദ്യം വന്നു. CH അങ്ങ് വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് പോലും ഈ സമുദായത്തിന് ഒരു ഉന്നമനം ഞാൻ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ CHന്റെ മറുപടി ഇപ്രകാരമായിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ മുഖ്യമന്ത്രിയും എന്റെ മന്ത്രിസഭയിൽ ബാക്കിയുള്ളവരെല്ലാവരും മുസ്ലിം സമുദായത്തിലുള്ള മന്ത്രിമാരാണെങ്കിൽ പോലും ഈ സമുദായത്തിന് ഒരു ഉന്നമനം ഉണ്ടാവുകയില്ല. ഈ സമുദായത്തിന് ഉന്നമനം ഉണ്ടാകണമെങ്കിൽ ഈ സമുദായാംഗങ്ങൾ ജുഡീഷ്യറിയിലും ബ്യൂറോക്രസിയിലും ഉള്ള പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണം. അന്ന് 1969 CH പറഞ്ഞ ആ കാര്യം ഇന്നും വളരെയധികം പ്രസക്തമാണ്. അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഭരണഘടന നമുക്ക് ഒരു അവകാശം തന്നിട്ടുണ്ട്. അതായത് ഗവൺമെന്റ് ജോലികളിൽ നമ്മുടെ പ്രാതിനിധ്യം, പിന്നോക്ക വിഭാഗങ്ങളിലെ പ്രാതിനിധ്യം, അതൊരു അവകാശമാണ്. ആ പ്രാതിനിധ്യം, നമ്മളുടെ പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ജാതി സെൻസസ് നടത്തണം എന്ന് പറയുന്നത്. അത് നടത്തില്ല. അങ്ങനെ ഒരു NGO നടത്തിയപ്പോ മുസ്ലിം സമുദായത്തിന്റെ ഗവൺമെന്റ് ജോലികളുടെ പ്രാതിനിധ്യം 135% പിന്നിലാണ് എന്നാണ് NGO കണ്ടെത്തിയത്. അതായത് നമുക്ക് അവകാശപ്പെട്ട, പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഗവൺമെന്റ് ജോലികളിൽ അവകാശപ്പെട്ട നമ്മുടെ പ്രാതിനിധ്യം 135% പിന്നിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നയരൂപീകരണത്തിന്റെ ഭാഗമാക്കാകുന്നില്ല എന്നൊരു ദുഃഖ സത്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇരിക്കുന്ന മിടുക്കികളായിട്ടുള്ള കുട്ടികളോടും മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളോടും എനിക്ക് ചെറുതായിട്ടെങ്കിലും സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ ഇവിടെ നിർത്തരുത്. നിങ്ങൾ ബ്യൂറോക്രസിയുടെ ഭാഗമാകും. ബ്യൂറോക്രസി ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ IAS ആവണമെന്നല്ല.
നിങ്ങൾ സർക്കാർ സർവീസിലാകുക എന്നുള്ളത് മാത്രമാണ്. സർക്കാർ സർവീസിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നയരൂപീകരണത്തിന്റെ ഭാഗമാക്കായി മാറുകയാണ്. നിങ്ങൾ ജുഡീഷ്യറിയിലാകുക. ജുഡീഷ്യറിയിലായി കഴിഞ്ഞാലും നിങ്ങൾ അതിന്റെ ഭാഗമാക്കായി മാറുകയാണ്. ആ രീതിയിൽ വന്നു കഴിഞ്ഞാലുള്ള സമുദായത്തിന് ഉണ്ടാകുന്ന നേട്ടങ്ങളും ഈ സമൂഹത്തിലും പിന്നോക്ക വിഭാഗങ്ങൾക്കും ഉണ്ടാകുന്ന നേട്ടങ്ങളും വലിയൊരു മുതൽക്കൂട്ടാകും. ആ മുതൽക്കൂട്ടാകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് പ്രഖ്യാപിച്ചു നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.